ഇന്ന് വൃശ്ചികം രാശിക്കാരുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ കാണണം. വളരെ അധികം ഗുണകരമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ ചൊവ്വ ഭഗവാന്റെ ആധിപത്യം ഉള്ള ഒരു രാശി തന്നെയാണ്. അപ്പോൾ ഈ ചൊവ്വയുടെ ഒരു ഭാവം എന്ന് വെച്ചാൽ ഭഗവാൻ ചൊവ്വ എന്ന് വെച്ചാൽ ശ്രീ മുരുകനെയാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ശ്രീ മുരുകൻ എപ്പോഴും ഒരു കോപം കൊണ്ട ഒരു വ്യക്തിയാണ്. അച്ഛനായിരുന്നാലും ശരി, അമ്മയായിരുന്നാലും ശരി, അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ അദ്ദേഹം എല്ലാം വലിച്ചിരിഞ്ഞ് കളഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പഴനിയിൽ പോയി അദ്ദേഹം ഇരുന്ന ഒരു ആൾ തന്നെയാണ് ഈ ശ്രീ മുരുകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാശിയിൽപ്പെട്ട നിങ്ങൾക്കൊക്കെയും ദേഷ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം വരികയാണെങ്കിൽ പിന്നെ കൺട്രോൾ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. അതിന് കാരണം രാശി അധിപനായ ശ്രീ മുരുകൻ തന്നെയാണ് എന്നുള്ളതാണ്. എല്ലാവരോടുമൊക്കെ വളരെയേറെ സന്തോഷത്തോടെ ചിരിച്ച് ഉല്ലസിച്ചൊക്കെ ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും അതുപോലെയുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഒരു വഴക്ക്, ബഹളം, അടിപിടി എന്തെങ്കിലും ഒരു രീതിയിലേക്ക് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടിലൊന്നും അറിയാതെ ഇവർ പിൻവാങ്ങില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ഏറെ കരുതലോടുകൂടി വേണം മറ്റുള്ളവർ ഇടപെടാനുള്ളതും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അത് വീട്ടിലുള്ളവരാണോ നാട്ടിലുള്ളവരാണോ എന്നൊന്നുമില്ല. ശത്രുസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ കാലവാര തൂക്കി തറയിൽ അടിച്ചിട്ടേ ഉള്ളൂ പിന്നീടുള്ള കാര്യം. ഇവർ പലപ്പോഴും തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തിട്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ ഇവരിൽ നിന്നുമൊക്കെ ഉണ്ടാവും. ചില സമയത്തൊക്കെ ഇവർ പറയും, ഞാൻ അംബാനിയെ പോലെയാവും, എനിക്ക് അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഞാൻ ആ വഴിക്കൊക്കെ സഞ്ചരിക്കുകയാണ് എന്നൊക്കെയുള്ള ആ ഒരു പൊങ്ങച്ചപരമായ രീതിയിലൊക്കെ ഇവർ സംസാരിച്ച് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയാവും. പക്ഷേ പലപ്പോഴും അതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് തന്നെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത് ഇവർക്ക് വളരെ ഏറെ മാറ്റങ്ങളുണ്ടാക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങളിലേക്ക് പ്രാപ്തമായാൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ വിജയിക്കുവാൻ കഴിയുന്ന മറ്റൊരു രാശിക്കാരുണ്ടാകും എന്നെനിക്ക് പറയുവാൻ കഴിയില്ല. കാരണം അത്രത്തോളം നല്ല ആർജവം, എനർജി, ഫോഴ്സ് ഇതൊക്കെ കൊടുക്കുവാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമ തന്നെയാണ്, അറിവിൻ്റെ കേദാരങ്ങൾ തന്നെയാണ് നിങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു വാഹനം തന്നെ ഇരിക്കട്ടെ, ഒരു മെക്കാനിക്ക് അല്ലാത്ത ഒരു വ്യക്തിയാണ്, അയാൾ ഒരു എല്ലാം അഴിച്ചു പൊളിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളൊരു 5 മിനിറ്റ് അവിടെ നോക്കിയാൽ മതി. ആ സാധനങ്ങളെല്ലാം തിരിച്ച് അതേപടി എടുത്ത് ഫിറ്റ് ചെയ്ത് പഴയതിനേക്കാളും വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കുന്ന ഒരു ഇത്. അപ്പോൾ അത്രത്തോളം അറിവും ബുദ്ധിയും കൂർമ്മതയും ഒക്കെ ഉള്ളത്. ഇതൊരു ഐഡിയോളജിക്കൽ പരമായിട്ട് ഞാനിത് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ, വെറുതെയല്ല. എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മനോഭാവം തന്നെ, ഒരു അക്കൗണ്ടിങ് സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ശരി, എന്ത് ജോലിയിലാണെങ്കിലും ശരി, ഒരു TTC പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിലും ശരി, അവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിയും ആർജവും ഒക്കെ അവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പരാമർശത്തിൻ്റെ ഒരു കാര്യം. വൃശ്ചികം രാശിക്കാർക്ക് ഈ വരുന്ന ശനിയുടെ മാറ്റം എന്തു ഫലം നൽകുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ 4-ാം രാശിയിൽ നിന്നും 5-ാമത്തെ രാശിയിലേക്കാണ് ശനിയുടെ ആ ഒരു സഞ്ചാരം. അതായത് ഗുരു ഭഗവാന്റെ ആ ഒരു വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സഞ്ചാരപഥം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാറുമ്പോൾ എന്തു ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും? 5-ാം ഭാവത്തിലേക്ക് ഈ ശനി ഭഗവാന്റെ ആ ഒരു സഞ്ചാരം നിങ്ങളുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു ചാഞ്ചാട്ടം, അതായത് ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്തിട്ടും അതെനിക്കത് നടക്കാതെ പോകുന്നല്ലോ, ഞാൻ എത്രത്തോളം പ്രയത്നിച്ചിട്ട് എനിക്കതിൻ്റെ ഗുണഫലം കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ഒരു അപ്രസിയേഷന് നല്ലൊരു കാര്യത്തിന് ഞാനത് ചെയ്തിട്ടും എന്നെ ഒന്ന് അഭിനന്ദിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളിലേക്ക് പ്രാപ്തമാകും. വീടിനുള്ളിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, അമിതമായി വാക്കുവാദങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ തന്നെ വലിയ വഴക്കുകളിലേക്ക് ചെന്നുപെടുന്ന ഒരു സാഹചര്യം ഈ ശനി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ കരുതലും ബുദ്ധിയും വിവേകവുമൊക്കെ വേണ്ട ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഏതൊരു വിഷയത്തിലും എടുത്തടിച്ച കണക്ക് ഉടനെ തന്നെ മറുപടി പറയുവാനായിട്ട് ശ്രമിക്കരുത്. കാരണം 1-2 മിനിറ്റ് ചിന്തിച്ചതിന് ശേഷം മാത്രം മറുപടികളൊക്കെ പറയുവാൻ ശ്രമിക്കുക. തൊഴിൽ ഇടങ്ങളിലൊക്കെ അത് ഗുണപരമായ ഒരുപാട് മാറ്റത്തിന് നിങ്ങൾക്ക് വഴിയുണ്ടാക്കും. അതുപോലെ കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി, പെട്ടെന്ന് ആരെങ്കിലും വീട്ടിനുള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് എടുത്തടിച്ച കണക്കാനുള്ള മറുപടികൾ പറയരുത്. 1-2 മിനിറ്റ് ആലോചിച്ചതിന് ശേഷം മാത്രം ചിന്തിച്ച് മറുപടികൾ പറയുവാൻ ശ്രമിക്കുക. അത് നല്ല ഒരു അന്തരീക്ഷത്തിന് വഴിയൊരുക്കും. ഈ രാശിയിൽപ്പെട്ടവരൊക്കെ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ
അതിൻ്റേതായ ഒരു കച്ചവടങ്ങളൊക്കെ നടന്നു കിട്ടുവാനൊക്കെ ഒരല്പം കാലതാമസങ്ങളൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ, കച്ചവടം സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയും ചില സാധനങ്ങളൊക്കെ വിറ്റുപോകാത്ത സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കുകയും, അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വളരെ ചിന്തിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. ധനം കടങ്ങളൊന്നും വാങ്ങി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറക്കുകയോ മുടക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമുക്കിപ്പോൾ മെയ് മാസത്തിലൊരു കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു വർഷം മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുപോലെ ബാങ്ക് പരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ കിട്ടാൻ ഒരു അല്പം കാലതാമസം ഉണ്ടാകും. അതായത് എന്തിനും ഏതിനും കാലതാമസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ലഭിക്കില്ല എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ പരിശ്രമിച്ച ആ സമയത്ത് അത് നടക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ വർഷം തന്നെ വിദേശ രാജ്യത്തേക്കൊക്കെ ജോലിക്ക് പോകുവാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൻ്റേതായ ഒരു ഫലം വിസയൊക്കെ കിട്ടുന്ന, അതായത് മാർച്ചിന് ശേഷം വിസയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. തൊഴിൽപരമായ രീതിയിലൊക്കെ അങ്ങനെ സഞ്ചരിക്കുവാനുള്ള ഒരു നല്ല ഒരു സമയം കൂടി ആയിട്ട് ഇത് മാറുമെന്നാണ്. ശനിയുടെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വിദേശത്ത് യാത്ര ചെയ്യാനുള്ള ഒരു യോഗം തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ മറ്റു പല ഇടങ്ങളിലും പോയി തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും. അതുപോലെ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ്. ഇതിനൊക്കെ കാരണം ഗുരു ദൃഷ്ടി പതിയുന്നത് കൊണ്ടുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു കാലതാമസമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ സഹോദരങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണമൊക്കെ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വാങ്ങിയ പണം അവരിൽ നിന്നും തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാതെയാവുകയും അതൊക്കെ ചില വഴക്കുകളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കും. എന്നാൽ കൊടുക്കാൻ പറ്റില്ല എന്നല്ല, കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ സമയത്തിന് നമുക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലായിടത്തും ഒന്ന് ചിന്താശേഷിയോടുകൂടി വേണം മറുപടികളൊക്കെ പറയുവാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സമയത്തെ മുന്നിലേക്ക് വിജയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്. പണം സംബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുടുംബത്തിനുള്ളിൽ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെയും ഈ വർഷം തെളിയാനായിട്ട് ഉള്ളത്. അതായത് ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയുടെ ആ ഒരു ഇതിൽ പതിയുന്നത് കൊണ്ട് വളരെയധികം കാലതാമസങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിജയം ഉണ്ട്, പക്ഷേ താമസമാകും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മുൻദേഷ്യങ്ങളൊക്കെ ഒഴിവാക്കണം. എടുത്തടിച്ചുള്ള ആ ഒരു സംഭാഷണ ആ ഒരു രീതികളിൽ മാറ്റം വരുത്തണം. അങ്ങനെ വരുമ്പോൾ തൊഴിൽപരമായ രീതികളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഭാവം ഉണ്ടാക്കും. അതായത് കിട്ടാനുള്ള തൊഴിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യും. പ്രൊമോഷൻ കിട്ടാനുള്ളതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഈ താമസം തന്നെയാണ് അതിന് കാരണമാകുന്നത്. ഒന്നും തന്നെ താങ്കൾക്ക് ലഭിക്കില്ല എന്നല്ല. ചിലർക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ലഭിക്കില്ല എന്നൊക്കെ പറയാം. എന്നാൽ രാശിയുടെ ആ ഒരു ദൃഷ്ടികളുടെ ആ ഒരു ഇത് വച്ചിട്ട് തീർച്ചയായിട്ടും താമസമുണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഈ ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നടക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് ചിലപ്പോൾ ഏപ്രിൽ മാസത്തിലായിരിക്കാം. അപ്പോൾ ആ ഒരു 90 ദിവസത്തെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ആ തീർക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അത് തീർക്കാൻ കഴിയുമെന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു താമസമുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആരും മനസ്സുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. എനിക്കൊന്നും ലഭിക്കാത്തതല്ലല്ലോ, എനിക്ക് ലഭിക്കും, അത് തീർച്ചയായിട്ടും അത് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസം അവിടെ നിങ്ങളെ മുന്നിലേക്ക് നയിക്കുമെന്നുള്ളതിന് തർക്കമില്ല. വലിയ രീതിയിലുള്ള ഒരു പണം കടം വാങ്ങുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്യുവാൻ പാടുള്ളതല്ല. അതുപോലെ ആരോഗ്യപരമായ രീതിയിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുകയും അതിൻ്റേതായ രീതിക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലൊക്കെയും ഈ പറയുന്ന ആ ഒരു കാലതാമസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു മന്ദമായ ഒരു മനോഭാവമൊക്കെയും ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ 2025. നിങ്ങൾക്ക് ഞാനീ പറയുന്നത് വന്നിട്ട് ഈ 2025, 26, 27 കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരത്തിലാണ്. അപ്പോൾ ഈ 2025 ഇങ്ങനെ ഒരു ഇത് തരുമെങ്കിലും 2026 വളരെയേറെ യോഗകരമായ, അതായത് ഇതിനേക്കാളുമൊക്കെ ഒരുപാട് മികച്ച ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബപരമായ ഇടങ്ങളിലെ സംഭാഷണത്തിലെ മിതത്വം പാലിക്കുക. ഇല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലൊക്കെ തർക്കങ്ങളും വഴക്കുകളും വിള്ളലുകളും ഒക്കെ ഉണ്ടാകും. അതുപോലെ ബിസിനസ് സംബന്ധപ്പെട്ട പാർട്ട്നേഴ്സ് സംബന്ധപ്പെട്ട എന്തെങ്കിലും രീതികളിൽ ഇടപെട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെയും ഡിലേ ഉണ്ടാകും. അവിടെയും
പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കുമൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കി ചിന്തിച്ച് വേണം നിങ്ങൾ ഓരോ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മുന്നിലേക്ക് പോകുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ മെയ് മാസം മുതൽക്ക് ഒക്ടോബർ മാസം വരെ ഈ 30 വയസ്സിന് ശേഷമൊക്കെ ഉള്ള ചില ആൾക്കാരാണെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും നിസ്സാരമായി തള്ളിക്കളയരുത്. അസുഖങ്ങളോ നിസ്സാരമായി തള്ളിക്കളയരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. ചിലപ്പോൾ അത് കുറച്ച് ദീർഘകാലമായിട്ട് അത് ചികിത്സിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെയും അവിടെ വരികയും പണം സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവഗണിക്കരുത് എന്നാണ് പറയാനുള്ളത്. 2026 ഈ വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെയും വിവാഹം നടക്കുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഒന്നും നടക്കില്ല എന്നല്ല, നിങ്ങൾക്ക് നടക്കും, പക്ഷേ കാലതാമസം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വെച്ചാൽ അതിൻ്റേതായ ഇത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല. അതായത് ബിസിനസ് സംബന്ധപ്പെട്ടതാണെങ്കിൽ ശരി, കുറച്ച് ഡിലേ ആയാലും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് തീർച്ചയായിട്ടും ആ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിവാഹം ഇപ്പോൾ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ആ ഒരു സമയത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒന്നും ലഭിക്കില്ല എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഗുണകരമായ ഒരു കാലമാണ്, പക്ഷേ കാലതാമസം ഉണ്ടാകും എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ശുഭം.